സ്പേസ് ചാനലിൻ്റെ ചലോ ബത്ലഹേം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്നും ഫ്രാൻസിസ് അസീസിയോടൊപ്പമാണ്. ജിയോവാനിയുടെ ഗ്രേച്ചിയോയിലുള്ള പുൽക്കൂട് നിർമ്മാണം ജിയോവാനി തുടങ്ങിക്കഴിഞ്ഞു. ജിയോവാനിയുടെ പുൽക്കൂട് ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി. ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി. ജിയോവാനി പുൽക്കൂട് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ നാട്ടിൻകൂട്ടത്തിൽ, ആ ഗ്രാമത്തിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഫ്രാൻസിസ് അസീസി തങ്ങൾക്ക് വേണ്ടി ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നു. ബത്ലഹേമിലെ പുൽക്കൂട് പോലെ തന്നെയുള്ള ഒരു പുൽക്കൂട് നിർമ്മിക്കുന്നു. ആ ഗ്രാമനിവാസികൾ പലരും ആ പുൽക്കൂടിൻ്റെ പണി കാണുവാനെത്തി. ഫ്രാൻസിസ് അസീസിയുടെ പ്രത്യേകത, ആ ഗ്രാമത്തിലുള്ള മനുഷ്യരെന്ന പോലെ പക്ഷികളും മൃഗജാലങ്ങളും എല്ലാം ഫ്രാൻസിസ് അസീസിക്ക് കൂട്ടുകാരായി. ഫ്രാൻസിസ് അസീസി ക്രിസ്മസിൻ്റെ രാത്രിയിൽ തൻ്റെ ആശ്രമാംഗങ്ങളുമൊത്ത് ഗ്രേച്ചിയോയിലെ ഗുഹ പ്രദേശത്തെത്തി. അവിടെ ആളുകൾ മെഴുകുതിരി കത്തിച്ച് വഴിയിലൂടെ സഞ്ചരിച്ച് എത്തിയവരുണ്ട്. വലിയ പന്തങ്ങൾ കൊളുത്തി അങ്ങോട്ട് യാത്രയായവരുമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, അവിടെ കൂടിയ ആ നാട്ടിൻപുറംകാരുടെ എല്ലാവരുടെയും കൂടെ സാന്നിധ്യത്തിൽ ഫ്രാൻസിസ് അസീസിയും തൻ്റെ സുഹൃത്തുക്കളും ഗുഹയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ ഗുഹയിൽ കൊള്ളാവുന്ന ആളുകളും അകത്തേക്ക് കയറി. ഫ്രാൻസിസ് അസീസി ഡീക്കൻ്റെ വേഷത്തിലായിരുന്നു. ഫ്രാൻസിസ് അസീസി കുർബാന ചൊല്ലുന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പ്രസംഗിക്കണം. ഫ്രാൻസിസ് അസീസി ആ ദൗത്യം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹം വികാരഭരിതനായി തീരും എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പക്ഷെ അദ്ദേഹം മറ്റുള്ള ആശ്രമാംഗങ്ങളെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. കുർബാന തുടങ്ങി. ഈശോയെ പുൽക്കൂട്ടിൽ വെക്കുന്ന സമയം ഫ്രാൻസിസ് അസീസി വലിയ ആദരപൂർവം ഉണ്ണി മിശിഹായെ പുൽക്കൂട്ടിൽ കിടത്തുകയാണ്. ജിയോവാനി മറ്റൊരു കാര്യം ചെയ്തു. ഔസേപ്പിതാവും മാതാവുമായിട്ട് അവിടെ കൂടിയിരുന്നവരിലെ 2 ആളുകളെ തിരഞ്ഞെടുത്ത് ഔസേപ്പിതാവും മാതാവുമാക്കുകയാണ്. ജിയോവാനി നേരത്തെ തന്നെ കാളയെയും കഴുതയെയും എത്തിച്ചിരുന്നു. അവിടെയായി കിടക്കുന്ന കച്ചിക്കൂട്ടങ്ങൾ അവിടെയായിട്ട് ജിയോവാനി സംവിധാനം ചെയ്തു. ജിയോവാനി 2 ആട്ടിടയന്മാരെ ഈ ബത്ലഹേമിലെ പുൽക്കൂട് പോലെ തന്നെ ആട്ടിടയന്മാരെ അദ്ദേഹം നിയോഗിച്ചു. അങ്ങനെ ബത്ലഹേമിലെ പുൽക്കൂടായിട്ട് അത് മാറുകയാണ്. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ ഉണ്ണിമിശിഹായെ പുതപ്പിക്കാൻ
മറ്റൊരു തുണി ഇല്ലാഞ്ഞതുകൊണ്ട് അവിടെ കൂടിയ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ തൻ്റെ വസ്ത്രത്തിൽ നിന്നും കുറച്ച് കീറി അദ്ദേഹം ഉണ്ണിമിശിഹായെ പുതുപ്പിക്കാനുള്ള വസ്ത്രം കണ്ടെത്തുകയാണ്. ആഘോഷമായിട്ടുള്ള ദീപബലി. പക്ഷെ ഫ്രാൻസിസ് അസീസി വളരെ വികാരഭരിതനായിരുന്നു. അദ്ദേഹം ഉണ്ണിമിശിഹ എന്ന് പറയേണ്ടിടത്തെല്ലാം അദ്ദേഹം പുൽക്കൂട്ടിലെ ഉണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ വികാരത്തെ നിയന്ത്രിക്കുകയായിരുന്നു. അവസാനം ആ കാട്ടിലും ആ ഗുഹയിലുമൊക്കെ ആളുകൾ ഇരുന്നു കൊണ്ട് ആളുകൾ ക്രിസ്മസിൻ്റെ കുർബാനയ്ക്കും ക്രിസ്മസ് സന്ദേശത്തിനും ഒക്കെ അവസാനം ആളുകൾ ജിയോവാനി കൊണ്ടുവന്ന ഭക്ഷണം അതും വളരെയധികം ആൾക്കൂട്ടത്തിലേക്ക് ആ ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ വലിയൊരു നിർവൃതിയിൽ ഒരു ക്രിസ്മസിൻ്റെ പുൽക്കൂട് ഉണ്ടാക്കിയതിൻ്റെ വലിയൊരു നിർവൃതി ഫ്രാൻസിസ് അസീസിക്ക് അവിടെ നിന്ന് ആവഹിച്ചെടുക്കാൻ സാധിച്ചു. ആൻഡ് എമോഷണൽ മെമ്മറി, അതായിരുന്നു ഫ്രാൻസിസ് അസീസിയുടെ ലക്ഷ്യം. പിന്നെ മറ്റൊന്നുണ്ടായിരുന്നു. ഈ ക്രിസ്മസ് ലൗകികമായി തീരുന്നു എന്നൊരു ചിന്ത ഫ്രാൻസിസ് അസീസിനുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജിയോവാനി മനസ്സിലാക്കിയിരുന്നു. ദരിദ്രപ്പെട്ടവൻ്റെ ദരിദ്രമായിട്ടുള്ള പുൽക്കൂട്, അതാണ് ഫ്രാൻസിസ് അസീസി ഈ ലോകത്തിന് നൽകിയത്. ഈ പുൽക്കൂട് ഇന്നും പുൽക്കൂടില്ലാത്ത ക്രിസ്മസ് നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അതിനുവേണ്ടിയാണ് ഫ്രാൻസിസ് അസീസി ഇങ്ങനെയൊരു പുൽക്കൂട് ഉണ്ടാക്കിയത്. നമ്മുടെ വിശ്വാസികളുടെ, ക്രൈസ്തവരുടെ കുടുംബങ്ങളിലേക്ക് ക്രിസ്മസിന് കയറി ചെന്നാൽ അവിടെ പ്രധാനപ്പെട്ട ഇടത്ത് പുൽക്കൂടുണ്ടാകും. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ക്രിസ്മസിൻ്റെ ഭാഗമാണ്. ക്രിസ്മസിന് ഫ്രാൻസിസ് അസീസി ലോകത്തെ അനുഗ്രഹിച്ചതിൻ്റെ വലിയൊരു സന്ദർഭമാണ് ജിയോവാനിയുടെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയ ഈ പുൽക്കൂട്.